Revit MEP മലയാളം ട്യൂട്ടോറിയലിൻ്റെ നാലാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോണ മോഡിഫൈ ടാബിനകത്തുള്ള ഓഫ്സെറ്റ് ടൂളിനെ കുറിച്ചിട്ടാണ്. മോഡിഫൈ ടാബിനകത്ത് രണ്ടാമത്തെ ടൂളാണ് ഓഫ്സെറ്റ്. ഓഫ്സെറ്റിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് OF എന്നാണ്. ഓഫ്സെറ്റിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർക്കിടെക്ചറിലേക്ക് പോവാം. അതിനുശേഷം വോള് സെലക്ട് ചെയ്യാം. ഓക്കെ, ഒരു വോള് സെലക്ട് ചെയ്യുകയാണ്. ചെറിയൊരു ഡ്രോയിങ് നമുക്ക് ഇതിനകത്ത് ചെയ്യാം. ഇങ്ങനെ ഒരു ഡ്രോയിങ് ചെയ്തു. അതിനുശേഷം നമുക്ക് മോഡിഫൈ ടാബിലേക്ക് വന്നതിന് ശേഷം ഓഫ്സെറ്റ് സെലക്ട് ചെയ്തു. ഓക്കെ, ഇവിടെ ഓഫ്സെറ്റ് സെലക്ട് ചെയ്യാൻ നേരത്ത് ഓഫ്സെറ്റ് സെലക്ട് ചെയ്തതിനു ശേഷം ഈ വോളിലേക്ക് ഇതുപോലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ വരും. ഇത് അല്പം താത്ത് കൊടുക്കുകയാണെങ്കിൽ താഴേക്ക് വരും, അലൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുകളിലേക്ക് വരും. ഇങ്ങോട്ടാണോ നമുക്ക് ലൈൻ വേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് മൗസ് മൂവ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഒരു ഡോട്ടഡ് ലൈൻ വരുന്നുണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്ലീസ് എൻ്റർ ദ പോസിറ്റീവ് വാല്യൂ ലെസ് ദാൻ. ഓക്കെ, ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഒരു കമന്റ് വന്നത്. ഇവിടെ നമുക്കിപ്പോൾ ഒരു 100 mm എന്നുള്ളൊരു ഓഫ്സെറ്റ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു വോളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് തന്നെ വേറൊരു വോളും കൂടെ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു കളറിലൊരു വാർണിംഗ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുത്ത ഓഫ്സെറ്റ് എന്ന് പറയുന്നത് 100 mm ആണ്. ഈ വോളിന്റെ സൈസ് എന്ന് പറയുന്നത് 200 mm ആണ്. അതായത് ഇതിന്റെ അകത്തായിട്ട് തന്നെ, ഈ ഒരു വോളിന് അകത്തായിട്ട് തന്നെ നമ്മളിപ്പോൾ ഓഫ്സെറ്റ് ചെയ്ത വോളും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു വാർണിംഗ് എന്ന് കാണിച്ച വാർണിംഗ് ഇൻഡിക്കേഷൻ വന്നത്. എന്നാൽ നമ്മളിവിടെ ഓഫ്സെറ്റ് ഒരു 300 കൊടുക്കുകയാണ്. 300 കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കൊണ്ടുവരുമ്പം ഇവിടെ താഴേക്ക് ഒരു ഡോട്ടർ ലൈൻ വന്നിട്ടുണ്ട്. അല്പം മേളിലോട്ട് മാറ്റി കഴിഞ്ഞാൽ മേളിലേക്ക് ഒരു ഡോട്ടർ ലൈൻ. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഈ ഒരു 300 mm ഡിസ്റ്റൻസിൽ ഒരു പുതിയൊരു വോൾ അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓഫ്സെറ്റ് ടൂൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഓഫ്സെറ്റ് ചെയ്യാൻ നേരത്ത് ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഇത് മൊത്തത്തിൽ ഓഫ്സെറ്റ് ആക്കി എടുക്കണമെങ്കിൽ അതിനുവേണ്ടി ഓഫ്സെറ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് എത്ര ഡിസ്റ്റൻസിലാണ് ഓഫ്സെറ്റ് വേണ്ടതെന്നുള്ളത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ 400 കൊടുക്കുകയാണ്. അതിനുശേഷം ജസ്റ്റ് മൗസിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ടാബ് ബട്ടൺ കൊടുക്കുക. ടാബ് ബട്ടൺ കൊടുക്കാൻ നേരത്ത് ഈ ഒരു ബോൾ എത്രത്തോളം ദൂരം കണക്റ്റ് ആയി പോയിരിക്കുന്നോ അതുവരെ ഒറ്റ സിംഗിൾ ക്ലിക്കിൽ ഇതുപോലെ നമുക്ക് ഓഫ്സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഓക്കെ, ഇതാണ് ഓഫ്സെറ്റിന്റെ ഉപയോഗം. ഇനി അതല്ല, നമുക്ക് ഈ ഒരു വാല്യൂ അറിയത്തില്ല, പക്ഷെ എവിടം വരെ പോകണം എന്നുള്ളത് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമുക്കിവിടെ വോള് സെലക്ട് ചെയ്യാം. വോള് സെലക്ട് ചെയ്തതിനു ശേഷം ഇങ്ങനെ ഒരു വോൾ ഇവിടെ ഉണ്ട്. ഇവിടെ മോഡിഫൈ ടാബിനകത്തേക്ക് വന്നു, ഓഫ്സെറ്റ് സെലക്ട് ചെയ്തു. എനിക്ക് ഇവിടത്തേക്ക് ഇത്രയും ഹൈറ്റ് എനിക്കറിയാം, ഇതിന്റെ ഡിസ്റ്റൻസ് അറിയില്ല, പക്ഷെ ഇവിടെ ഒരു ഓഫ്സെറ്റും കൂടെ വരണം. ഇതുപോലത്തെ ഒരു വോൾ ഇവിടെ വരണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഗ്രാഫിക്കലി എന്ന് പറയുന്ന ഇത് എനേബിൾ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഏത് ഒബ്ജക്റ്റ് ആണോ മൂവ് ചെയ്യേണ്ടത് ആ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിനു ശേഷം ജസ്റ്റ് അതിൻ്റെ ഒരു എൻഡിൽ നിന്ന് പിടിച്ച് ഇതുപോലെ ഡ്രാഗ് കൊടുത്താൽ മതി. ആ ഒരു സ്ഥലത്ത് ഓഫ്സെറ്റ് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഓഫ്സെറ്റ് ടൂള് തന്നിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് പ്രൊജക്റ്റിലെ യൂസ് ആണ്. ഇത്തരം ടൂളുകളൊക്കെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ വളരെ അത്യാവശ്യമാണ്. കാരണം നമുക്ക് ഓരോ വർക്കുകൾ ചെയ്യാൻ നേരത്ത് പെട്ടെന്ന് തന്നെ വർക്കുകൾ ചെയ്ത് പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഓരോ ടൂളുകളും ഒരുപാട് പ്രാവശ്യം പല രീതിയിലും ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ നേരത്ത് പെട്ടെന്ന് തന്നെ വർക്കുകൾ മൂവ് ആവുള്ളൂ. ഓക്കെ.